ഞാൻ പാറുവിനോട് സത്യം ചെയ്യുന്നു, വൈകാതെ നമ്മൾ പരസ്പരം കാണും. ഒരുവന് ഇവൾ ഇണയെന്ന് ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കണ്ടുമുട്ടാനുള്ള നേരമാവുമ്പോൾ മനസ്സിനെ തേടി പുറപ്പെടുമത്രേ. അന്വേഷണത്തിനൊടുവിൽ നമ്മുടെ മനസ്സ് പരസ്പരം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരുമിച്ചുള്ള ജീവിതം ഇപ്പോൾ ഇത്ര മാത്രം എന്ന് പാറുവിന്റെ ഗന്ധർവൻ. പാറുവിന്റെ സ്വന്തം ഗന്ധർവൻ. ഇത് ഗന്ധർവന്റെ ശബ്ദമാണോ? ഇത് എന്റെ ഗന്ധർവന്റെ ശബ്ദമാണോ? ഗന്ധർവൻ എന്റെ മുന്നിൽ വരാൻ പോകുന്നു. എന്റെ ഗന്ധർവൻ വൈകാതെ എന്റെ മുന്നിൽ വരും. ഗന്ധർവന്റെ ശബ്ദം കേൾക്കുമ്പോ അവളുടെ മുഖം ഒന്ന് കാണുമായിരുന്നു. പ്രണയവും സന്തോഷവും ആനന്ദ കണ്ണീരും. ശബ്ദം കേട്ടിട്ടും അത് നീയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതാ എനിക്ക് അത്ഭുതം. സൗണ്ടിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാ ഞാനത് റെക്കോർഡ് ചെയ്തത്. കള്ളത്തുണ്ട എന്നൊക്കെ പറയില്ലേ, സംഗതി അത് തന്നെ. ആദ്യം അവൾ എഴുത്തിലൂടെ ഗന്ധർവനെ അറിഞ്ഞു. ഇപ്പോ ഗന്ധർവന്റെ ശബ്ദവും അവൾ കേട്ടു. ഗന്ധർവനെ കാണാനുള്ള അവളുടെ ആഗ്രഹം കൂടിയിട്ടുണ്ടാവും. ഇനി ഉചിതമായ നേരത്ത് ഞാൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക കൂടി ചെയ്താൽ മുക്ത, നിന്റെയും കൈലാഷിന്റെയും മധ്യത്തിൽ നിന്ന് അവൾ എന്നേക്കുമായിട്ട് ഔട്ട്. അതൊന്ന് വേഗം ചെയ്യുന്നെന്താ? ആ, ഒറിജിനൽ ഗന്ധർവൻ അതിൽ എന്താ എഴുതിയിരിക്കുന്നു നോക്ക്, വായിക്കേ. പാറു, ഞാൻ അയക്കുന്ന എഴുത്തുകളിലൂടെയും പ്രണയ സമ്മാനങ്ങളിലൂടെയുമാണ് നീ ഈ ഗന്ധർവനെ അറിഞ്ഞത്. ഈ ഒളിച്ചുകളി ആദ്യം നിനക്കൊരു കൗതുകമായിരുന്നു. അത് പിന്നെ ഗന്ധർവൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായി മാറി. ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് നിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള നേരമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ തേടുന്ന നിന്റെ ഗന്ധർവൻ ഞാൻ നിന്റെ കൺമുന്നിൽ വരാൻ പോകുന്നു. നന്ദ, ഗന്ധർവൻ അവളുടെ മുന്നില് നേരിട്ട് ചെല്ലാൻ പോകുന്നു. ബാക്കിയുടെ വായിക്കേ. നമ്മുടെ കൂടിക്കാഴ്ച ഞാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നില്ല. സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ അന്ന് ചെയ്തതുപോലെ മുന്നിൽ വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കേയില്ല. ഇന്ന് തന്നെ ഞാൻ നിന്റെ മുന്നിൽ വരും. നന്ദ, ഒന്ന് ബാക്കിയുടെ പെട്ടെന്ന് വായിക്കേ. കാരണം ഇനിയും നീ എന്നെ തിരിച്ചറിയാൻ വൈകിയാൽ അത് നമ്മുടെ പ്രണയത്തെ പ്രതികൂലമായി ബാധിക്കും. നിന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ദൈവമാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് നിന്നോടുള്ള പ്രണയം ദൈവികവും വിശുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവസന്നിധിയിൽ വെച്ച് തന്നെ നീ എന്നെ തിരിച്ചറിയണമെന്നാണ് എന്റെ ആഗ്രഹം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വടക്കുംപാട് ദേവീക്ഷേത്രത്തിൽ നീ വരണം. ഞാൻ അവിടെ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നതെല്ലാം നിറവേറ്റി തരുന്ന ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് അജ്ഞാതനായ ഗന്ധർവൻ ആരാണെന്ന് നീ തിരിച്ചറിയും. ആ ശുഭമുഹൂർത്തത്തിന് ദേവി തന്നെ സാക്ഷിയാവട്ടെ. വൈകുന്നേരം 5 മണി മറക്കരുത്. ഇന്ന് നിന്റെ ഗന്ധർവൻ. ഇന്ന് വൈകുന്നേരം 5 മണി. ഇവനെ കൊണ്ടുവന്ന് ഗന്ധർവനായിട്ട് വേഷം കെട്ടിച്ച് അവളെ പറ്റിക്കാൻ നോക്കുമ്പോ ഒറിജിനൽ ഗന്ധർവൻ അവളുടെ മുന്നിൽ ചെല്ലാൻ പോകും. മാഡത്തിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും?
ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട കരുണാകരൻ. വെറുതെ കൈയും കെട്ടി നിന്നാ മതി. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നോളും. മനസ്സിലായില്ല. പാർവതിയും ഗന്ധർവനും തമ്മിലുള്ള പ്രണയം കൈലാഷ് നേരിട്ട് കാണണം. നേരിട്ട് കണ്ടാൽ മറ്റൊരാളെ പ്രണയിക്കുന്നവളുടെ പിറകെ പിന്നെ അവൻ നടക്കില്ലല്ലോ. ആ കണക്കൂട്ടല്ല നന്ദനോട് ഞാൻ ഗന്ധർവനായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ടത്. ഒറിജിനൽ ഗന്ധർവൻ തന്നെ ഇന്ന് അവളുടെ മുന്നിൽ ചെല്ലുമല്ലോ. അവരുടെ കൂടിക്കാഴ്ച ഞാൻ കൈലാഷിനെ കാണിച്ചു കൊടുത്താൽ മതി. പാർവതിയെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ട് കൈലാഷ് അവന്റെ വഴിക്ക് പൊയ്ക്കോളും. പിന്നെ അവൻ എനിക്ക്. കേട്ടില്ലേ? ഇനി നിന്റെ ആവശ്യമില്ലെന്ന്. ഇവനെ കൊണ്ടൊന്നും ഒരു പിണ്ണാക്ക് നടക്കില്ലെന്ന് ഞാൻ മാഡത്തിനോട് അപ്പോഴേ പറഞ്ഞാൽ. മുക്താമ്മയുടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ ലെറ്ററേ ഞാൻ ഇപ്പൊ തന്നെ ഇവന്റെ കയ്യിൽ വെച്ചു കൊടുക്കാം. ആ വാക്ക്മാൻ അവളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഈ എഴുത്ത് പൊട്ടിച്ച് വായിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ തന്നെ ഞാനിത് വായിച്ചിരുന്നെങ്കിൽ ആ വാക്ക്മാൻ ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുക്കില്ലായിരുന്നു. മുക്ത, ഞാൻ ഇനി എന്ത് ചെയ്യണം? മുക്ത അത് പറയേ. നീ ഇനി ഒന്നും ചെയ്യണ്ട. ഗന്ധർവനും പട്ടിക്കാട്ടുകാരിയും തമ്മിൽ കണ്ടുമുട്ടുന്നതേ മുക്തമടം കൈലാഷിന് കാണിച്ചു കൊടുക്കും. ഗന്ധർവനും അവളും അവരുടെ പാട്ടിന് പോകും. മുക്തമാടം കൈലാഷിനെയും കെട്ടി അവർ ഈ കമ്പനി സുന്ദരമായിട്ട് ഭരിക്കും. കാശിന് കൊള്ളാത്ത നീ ഈ കമ്പനിയുടെ പുറത്ത് തേരെ പാര നടക്കും. മുക്ത പറ, ഞാൻ ഇനി എന്ത് ചെയ്യണം? നിന്റെ ഹെൽപ്പില്ലാതെ തന്നെ എന്റെ ആഗ്രഹം നടക്കാൻ പോവല്ലേ. അതുകൊണ്ട് നിന്റെ ജോലി അവസാനിച്ചു. ഇന്ന് വെച്ച് ഞാൻ നിന്നെ ഈ ഗാർമെന്റ്സിൽ നിന്ന് പറഞ്ഞു വിടുവൊന്നുമില്ല. സൂപ്പർവൈസറുടെ ജോലിയിൽ തന്നെ നിനക്ക് തുടരാം. സാലറി കൂട്ടിത്തരാം. പാർവതിയുടെ കാര്യത്തിൽ ഇനി നീ തലയിടണ്ട. അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കാര്യം നടന്നു കിട്ടിയപ്പോ നന്ദൻ വെറും കറിവേപ്പില. മുക്ത, നിനക്കറിയാത്ത മറ്റൊരു നന്ദൻ എന്റെ ഉള്ളിലുണ്ട്. നിനക്ക് ഞാനത് മനസ്സിലാക്കി തരാം. ജയന്തി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പ്രിയ? ഗന്ധർവനെ കുറിച്ച് പാറു നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗന്ധർവനെ കുറിച്ചാണല്ലോ അവർ സംസാരിക്കുന്നത്. പ്രിയൻ എന്തിനാ ഗന്ധർവനെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്നോടൊന്നും പറഞ്ഞില്ല.